മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ അശോക് ചവാൻ ബി.ജെ.പിയിൽ ചേർന്നു. മുംബൈ ബി.ജെ.പി സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിൽ നിന്നുമാണ് ചവാൻ അംഗത്വം നൽകി ബി.ജെ.പിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നന്ദഗോപൻ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ മുതിർന്ന ഒരു നേതാവാണ് അശോക് ചവാൻ. അദ്ദേഹം മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന്, അതായത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് വരുന്ന ഒരു മൂന്നാമത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇപ്പോൾ വളരെ അടുത്തിടെ വന്ന പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അശോക് ചവാൻ. ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും നന്ദഗോപൻ? നമ്പ്യാർ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുമാണ് അശോക് ചവാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുമൊക്കെ ആയിരുന്ന ശങ്കർ റാവു ചൗഹാൻ്റെ മകൻ. ഇതിനൊപ്പം തന്നെ മറാഠി രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ സ്വാധീനമുള്ള മുതിർന്ന നേതാവാണ് അശോക് ചവാൻ. മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അതേപോലെ തന്നെ വിവിധ പദങ്ങളിൽ മന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ കോൺഗ്രസിൻ്റെ വലിയ നേതൃനിരയിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് ബി.ജെ.പിയിലേക്ക് കടന്നു വന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ഏറെ നാളായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായ വലിയ രീതിയിലുള്ള അപോത്മുഖമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം ബി.ജെ.പിയിലേക്ക് കടന്നു വന്നത്. ഇന്ന് മുംബൈയിൽ നടന്ന ചടങ്ങിൽ അവിടെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ബി.ജെ.പിയിൽ അംഗത്വമെടുത്തത്. ഇദ്ദേഹത്തിൻ്റെ ചുവട് പിടിച്ച് കൂടുതൽ എം.എൽ.എമാരും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളുമൊക്കെ ബി.ജെ.പിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുൻ കേന്ദ്രമന്ത്രി മിലൻ ദേവറയും അതേപോലെ തന്നെ മുൻ മന്ത്രി ബാബ സിദ്ദിഖും ബി.ജെ.പിയിലേക്ക് കോൺഗ്രസിൽ നിന്നും അദ്ദേഹം ചുവടുമാറ്റിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അശോക് ചവാനും ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് എത്തിയിരിക്കുന്നത്. അശോക് ചവാൻ്റെ നിരവധി അണികൾ ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് കടന്നു വരുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഏതായാലും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു സ്ഫോടനം തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ശരത് പവാറിൻ്റെ എൻ.സി.പിയും അതേപോലെ തന്നെ കോൺഗ്രസും ഉദ്ധവ് താക്കറയുടെ ശിവസേനയും ചേർത്തുള്ള മഹാസഖ്യത്തിൻ്റെ തകർച്ച ഏതാണ്ട് ഈ പൂർണ്ണമാകുന്നൊരവസ്ഥയിലേക്കാണ് അശോക് ചവാൻ്റെ ഈ ഒരു ബി.ജെ.പിയിലേക്കുള്ള കടന്നുവരവ്. ഇന്ത്യ സഖ്യത്തിൽ, ഈ മഹാസഖ്യത്തിൽ, മഹാരാഷ്ട്രയിലെ ആ ഒരു പ്രതിപക്ഷ മഹാസഖ്യത്തിൽ മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൽ പോലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാര്യം ഈ സഖ്യത്തിൽ നിന്നുള്ള കൂടുതൽ നേതാക്കൾ ഇപ്പോൾ അശോക് ചവാൻ്റെ ചുവട് പിടിച്ച് ബി.ജെ.പിയിലേക്ക് എത്തുന്നതിനുള്ള അഭ്യൂഹങ്ങൾ നിൽക്കുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഈ അശോക് ചവാൻ്റെ ഈ ഒരു ചുവടുമാറ്റം അത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്പ്യാർ, മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ അശോക് ചവാൻ ബി.ജെ.പിയിൽ ചേർന്ന് മുംബൈ ബി.ജെ.പി സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിൽ നിന്നുമാണ് ചവാൻ അംഗത്വം സ്വീകരിച്ചത്. നന്ദഗോപാനാണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താം, ഇടവേള.